മച്ചാന്മാരെ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളതേ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോഴേ ഞങ്ങൾ ആദ്യം വീഡിയോ ഒന്ന് കണ്ടു. വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു എന്താ പോലെ തോന്നി. അതായത് എന്താ പറയാ, കേട്ടിരിക്കാൻ തോന്നിയില്ല, എന്തെങ്കിലും ഒന്ന് അതിനെ കുറിച്ച് പറയണമെന്ന് തോന്നി, പ്രതികരിക്കാൻ തോന്നി ഞങ്ങൾക്ക്. കാരണം നമ്മൾ ചോരത്തളപ്പുള്ള ആളുകളാണ്. നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ പറയണ്ടാവും, ചിലപ്പോൾ അവന്റെ മോന്തൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കാര്യമാണ് ഞങ്ങൾ വീഡിയോ ആയിട്ട് ഇപ്പൊ ഇന്ന് കണ്ടത്. അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ അനിൽ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ആ വ്യക്തി ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നോടാണ്. ഇവന്റെ പേര് അനിൽ ബാലചന്ദ്രൻ അല്ലേ? ഇവൻ എന്താണെന്ന് വെച്ചാൽ ഈ മോട്ടിവേറ്റർ ആണെന്നാണ് ഇവൻ പറയുന്നത്. ആള് മോട്ടിവേറ്റർ ആണെന്നാണ് ആള് പറയുന്നത്. ഇപ്പോൾ ആൾ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ പോയിട്ട് പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആള് മണിക്കൂറിന് ലക്ഷങ്ങൾ വാങ്ങുന്ന ഒരു മോട്ടിവേറ്റർ ആണെന്നാണ് പുള്ളി പറയുന്നത്. നമുക്കത്ര ഇതില്ല. കാരണം അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ പുള്ളി ചെയ്യണ ഏത് വീഡിയോ ഞങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ വീഡിയോയുടെ അടിയിൽ തെറിക്കമന്റ് ഉണ്ടാവും. ഇവൻ ഈ ബിസിനസ്സുകാരെ നല്ല ബിസിനസ്സുകാരാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇത്ര രൂപയ്ക്ക് സാധനം വെക്കണം, ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് ബിസിനസ്സും വലിയ കോടിക്കണക്കിന് ലാഭം ഉണ്ടാക്കുന്നൊക്കെ ആള് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോട്ടിവേറ്റർ ആണ് ആള്. പക്ഷെ അതിന്റെ ഇടയിൽ ആളൊന്ന് വലിയ ആളാണ്, ഓരെക്കാട്ടും വലിയ ആളാണെന്നുള്ള ഒരു ചിന്ത ഉണ്ടോ, ഒരു സംസാരം കൂടി അതിന്റെ ഇടയിൽ വരുന്നുണ്ട്. ചിലപ്പോ ഞങ്ങൾ ഈ പറയുന്ന അനിൽ ബാലചന്ദ്രൻ ആരാണെന്ന് പോലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അറിയണ്ടാവില്ല. അത് വേറെ കാര്യം. അപ്പോ ഞങ്ങൾ തന്നെ ഇപ്പൊ ഒരു കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ കാണാൻ തുടങ്ങി. അതെ, അപ്പൊ ഈ കാണിച്ചു തന്നപ്പോഴാണ് ഞാനും കാണുന്നത്. അതെ, അപ്പോ ഇവ എത്ര വലിയ ആളാണോ അല്ലേ അതൊക്കെ പോട്ടെ, അതൊക്കെ രണ്ടാമത്തെ കാര്യം. സംഭവം എന്താ വെച്ചാല് ഇപ്പൊ 2 ദിവസം മുന്നേ കോഴിക്കോട് വെച്ച് നടന്നിട്ടുള്ള ഒരു പരിപാടിയിൽ ഇവൻ ആളുകൾ എടുത്തിട്ടുണ്ട്, ഉടുത്തു അല്ലേ, നന്നായിട്ട് എടുത്തിട്ട് കോരി. കാരണം ഇപ്പൊ ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടാ. ഞാൻ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന. നാണമില്ലയോടെ നിനക്കൊക്കെ? അന്തസ്സായിട്ട് ജീവിക്കണം, തെണ്ടിയല്ല ജീവിക്കണ്ടേ. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകിന് കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ്. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? ഉണ്ടോ? നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. അതിന് ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാം. ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. ബിസിനസ്സുകാരെ എന്തുകൊണ്ടാണ് തെണ്ടി എന്ന് വിളിക്കണത്? ആ ചേട്ടൻ ചോദിച്ച ചോദ്യമാണ്, ഒരു അടിപൊളി ചോദ്യമാണ് അല്ലെ? ഈ ബിസിനസ്സുകാരനല്ലേ ഓനെ വിളിച്ചത്? അതെ, ഈ ബിസിനസ്സുകാരാണ് അവനെ വിളിച്ചതും ഈ ബിസിനസ്സുകാർ വന്നിരിക്കണോണ്ടാണ് അവൻ വളരുന്നതും. ആ ആൾക്കാരെ പോയിട്ട് ആദ്യം തെണ്ടി എന്ന് വിളിച്ചു. പിന്നെ ഇത് പുള്ളിക്ക് ഈ പറയണ കേട്ട പുള്ളിക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു വിവരമുണ്ട്, ആൾക്ക് അത്യാവശ്യം ധൈര്യമുണ്ട്. അതുകൊണ്ടാണ് ആ സ്റ്റേജിൽ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പങ്കെടുക്കണ ഒരു പ്രോഗ്രാം നടത്തുക പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഇതിന്റെ സംഘാടകർക്ക് ഒരുപാട് പൈസ ചെലവുണ്ട്. ഇവനെ 4 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപയ്ക്കാണ് ഇത്ര ഇവനെ വിളിച്ചത്. ബാക്കിയും കൂടെ കാണിച്ചു കൊടുക്കല്ലേ? ചേട്ടാ, ചേട്ടന് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ. ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം, ഒന്ന് പോയി തരുമോ പ്ലീസ്? എടോ തനിക്കെന്താണോ? എടോ ഇയാളെ വിളിച്ചോ? ഞാൻ എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ ചേട്ടനെ വിളിച്ചോ? ആ സംഘാടകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് പോകും പ്ലീസ്. ആദ്യം പറഞ്ഞത് ബിസിനസ്സുകാരെ തെണ്ടിന്ന് വിളിച്ചു. അത് കേട്ടപ്പോൾ ഇതിന് മുമ്പിൽ ഇരിക്കണമൊക്കെ ബിസിനസ്സുകാരാണ്. ഈ ബിസിനസ്സുകാർ ഉള്ളത് കൊണ്ടാണ് ഇവൻ അവിടെ പോയി നിൽക്കുന്നത്. അതാ ആദ്യത്തെ കാര്യം. ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ അവന് തോന്നിയ കാര്യങ്ങൾ അവൻ്റെ വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ചതിന് കൊടുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇവ ഈ തെണ്ടിന്ന് വിളിക്കുന്നത്. ആദ്യം തന്നെ ഒരു ചേട്ടൻ മുമ്പിൽ എന്ന് പറഞ്ഞു, എന്തിനാണ് ഈ ബിസിനസ്സുകാരെ തെണ്ടിന്ന് വിളിക്കുന്നത്? അതിന് നീ ആരെന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞൊരു വർത്താനുണ്ട്. അവൻ പറഞ്ഞ എന്താ അറിയോ, ഈ ചേട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടോ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളെ വിളിച്ചോ? തന്നെ ഞാൻ വിളിച്ചോന്ന് പറയുമ്പോ ഇവനേക്കാളൊക്കെ എത്രയോ ഉയർന്ന ബിസിനസ്സുകാരനാവും ഈ പുള്ളി. അയാളോട് തന്നെ ഞാൻ വിളിച്ചോ, തനിക്ക് വേണ്ടിയുള്ള പൈസ താൻ എത്രയാണ് പൈസ കൊടുത്ത ആ പൈസ ഞാൻ റീഫണ്ട് ചെയ്തുതരാം. അവിടെയാണ് അവന്റെ തനി സ്വഭാവം പുറത്തിറങ്ങുന്നത്. അപ്പൊ അത് മാത്രല്ല, ഇവന് വേറെ പ്രശ്നം കൂടി ഉണ്ട്. ഇവൻ ഏകദേശം 4 ലക്ഷം രൂപയാണ് ഇത്ര ഒരു പ്രോഗ്രാമിന് എടുക്കണത്. ഇനി പ്രശ്നങ്ങൾ തുടങ്ങണ ഇവിടെ ഒന്നല്ല കേട്ടോ. ശരിക്കും ഇത് സംഭവം എന്താ വെച്ചാൽ കോഴിക്കോട് നടത്തുന്ന ഒരു പ്രോഗ്രാമിൽ ഇവനാണ് പ്രോഗ്രാമിന് മോട്ടിവേറ്റർ ആയിട്ട് വന്നുള്ളത്. അപ്പൊ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം 1:45 തുടങ്ങേണ്ട പ്രോഗ്രാമിന് ഇവൻ 2:30 എത്തിയില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഏകദേശം 4 ലക്ഷം രൂപയാണ് ഇത്ര ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത്. 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റാണ്.
ഏകദേശം ഒരു മണിക്കൂർ നേരത്തെ പ്രോഗ്രാം ഒക്കെയാണ്. ഇതിന് 4 ലക്ഷം രൂപ അവൻ ആവശ്യപ്പെട്ടു. സംഘാടകർ വില പേശാനൊന്നും നിന്നില്ല. അവർ 4 ലക്ഷം രൂപ കൊടുത്തു. പ്ലസ് GST ആണ് കൊടുത്തിട്ടുള്ളത്. 18% GST വരും. ഇത്രയും ഫണ്ട് അവന്റെ അക്കൗണ്ടിലേക്ക് ഏകദേശം 1.5 മാസം മുന്നേ തന്നെ ഇട്ട് കൊടുത്തത്രേ. സ്വാഭാവികമായിട്ടും നമ്മളാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, നമ്മളൊരു പ്രോഗ്രാമിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം നമ്മൾ പോയിട്ട് റെഡിയാക്കി കൊടുക്കുക, പോരാ. അവർ തരുന്ന പൈസയും വാങ്ങാൻ പോരാ. ഇത് പൈസ അവർ ഓൾറെഡി കൊടുത്തു. അപ്പൊ ഇതിന്റെ ഇടയിൽ പ്രശ്നം എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ പറഞ്ഞത്രേ ഇവനൊരു ബുക്ക് പ്രകാശനം ചെയ്യണം. ഈ ബുക്ക് പ്രകാശനം ചെയ്യണ സമയത്ത് എന്ന് വെച്ചാൽ ഈ സംഘാടകരപ്പോൾ പറഞ്ഞു, നിങ്ങൾ ബുക്ക് പ്രകാശനം ചെയ്തോ. അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങൾ ഇത്ര രൂപ നിങ്ങൾക്ക് തന്നല്ലോ, അപ്പൊ ഞങ്ങൾ വെക്കുന്ന പ്രോഗ്രാമാണിത്, അപ്പൊ ഇതിന് ഞങ്ങൾക്കൊരു ഫണ്ട് വേണം. അത് സ്വാഭാവികമായിട്ട്, കാരണം അവരുടെ സ്റ്റേജ് ഷോ ആണ്, അവരുടെ ഇതാണ്. അപ്പൊ എന്തായാലും അവരുടെ ഷോയിൽ വന്നിട്ട് എന്താണ് ഇങ്ങനെ ബുക്ക് പ്രകാശനം ചെയ്യുന്ന സമയത്ത് അവരൊരു ഫണ്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം. അത് ന്യായം തന്നെയാണ്, അതില് ഒരു മാറ്റമില്ല. അതെന്താ വെച്ചാൽ ഇവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇവന് കയ്പ് വന്നു. ഇതിപ്പോ കൈക്കോട്ടന്മാർ ഇങ്ങോട്ട് മാത്രം കാര്യമില്ല, അങ്ങോട്ടും വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഇവന് കലിപ്പ് വന്നു. ഇവൻ കലിപ്പ് വന്നിട്ട് എന്ത് ചെയ്തെന്താ വെച്ചിട്ടാ 1:45 പ്രോഗ്രാം പറഞ്ഞിട്ട് 2:30 ഇവിടെ ഇവൻ ഹോളിലെത്തിയില്ല. ഇവൻ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ റൂം കാര്യങ്ങളൊക്കെ ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തായിരുന്നു. 2:30 എത്തിയില്ല. ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബിസിനസ്മാൻമാരാണ്. എല്ലാവർക്കും തിരക്ക് കാര്യങ്ങളൊക്കെയുള്ള ആളുകളാണ്. ഇവർക്ക് ചെറുതായിട്ട് പ്രഷറുള്ള ആളുകളാണ്. കാരണം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ ആൾക്കാരാവുമെന്നാണ് ഇവരൊക്കെ വിചാരം. ഇവൻ ഫസ്റ്റ് തന്നെ എന്നിട്ട് അപ്പൊ ഏകദേശം 1/4 മണിക്കൂർ നേരത്തെ വെയിറ്റിംഗിൽ ഇട്ടിട്ട് ഇവൻ നേരെ കയറി വന്നിട്ട് കലിപ്പ് അങ്ങോട്ട് തുടങ്ങി. ഇവൻ കലിപ്പായ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ആളുകളെ വിളിച്ചിട്ട് തെറിയാണ്ട് തുടങ്ങി. ഇവൻ ഫസ്റ്റ് തന്നെ നേരെ ഹോളിലേക്ക് കയറി വന്നിട്ട് ഫസ്റ്റ് ഈ സംഘാടകരെ പറഞ്ഞു, ഇത് ഇവിടെ വെച്ച് തീരും, അതിന്റെ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു. ഇത്രയോ ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. ഇത് ഇവിടെ പറഞ്ഞങ്ങ് തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ, ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ചേ? ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നതേ നടക്കൂ. എന്താ എല്ലാവരും കൂടെ ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തു പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക്. തെമ്മാടിത്തരം നല്ലത് നിനക്ക് എന്താ പറയാ, ഇതൊന്ന് ആലോചിച്ച് നോക്കണോ. ഇതൊക്കെ ഇത്രയും വലിയൊരു ലെവലിലേക്ക് എത്തുകയെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു കഷ്ടപ്പാടിന്റെ ഒരു 1000-1 ലക്ഷത്തിലൊന്നോ വേണ്ടി വന്നത് അതിപ്പോ പോകാൻ വേണ്ടിയിട്ട് ആ വായിന്ന് വന്ന ഒരു വാക്കുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. കാരണം ഇവന്റെ അഹങ്കാരം കൊണ്ട്, അല്ലേ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്. അഹങ്കാരം എന്ന് പറഞ്ഞ പോലെ കയ്യും കാലും വെച്ച ഐറ്റാണ് അതൊക്കെ. അത് ഇത്രയും ഇങ്ങനത്തെ ഒരു ഊളേനെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ വളർത്തണമെന്ന് ആലോചിക്കണത്. ഒരാവശ്യമില്ല. ഇവന്റെ വീഡിയോ കാണുമ്പോൾ അതിന്റെ അടിയിൽ വരുന്ന കമന്റ് പറഞ്ഞാൽ ഇവന്റെ ഈ വർത്താനം കേട്ടിട്ട് ഏതെങ്കിലും ബിസിനസ്മാന്മാര് വിജയിച്ചായിട്ടുള്ള ഒരു ചരിത്രം ഉണ്ടോ എന്നുള്ള ഒരു കമന്റ് അടിയിൽ ഞാൻ കണ്ടു. ഞാൻ ആലോചിച്ച് നോക്കി. അവരുടെ വേർപ്പുകൊണ്ട് വിജയിക്കുന്നതല്ല, ഇവരുടെ കോമാളിത്തരം കൊണ്ടൊന്നും ഒരാളും ജയിക്കുന്നില്ല. ഈ പറയുന്ന ബിസിനസ്മാന്മാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പൈസ മുടക്കിയിട്ട് അവിടെ വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ അവരൊക്കെ ഈ ഒരു ജീവിതത്തിൽ വിജയിച്ച ആളുകളല്ലേ. ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തിനാണ് ഇവന്റെ ക്ലാസ്? ഒരാവശ്യമില്ല. കാരണം നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങൾ ഇതുവരെ പോയിട്ടുള്ള അതേ രീതിയിൽ തന്നെ പോവാ. ഇവന്റെ പല വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൻ പറയാ എന്താണ്, കാശ് കടം ചോദിക്കുന്നവരെ കാശ് കൊടുക്കാത്തവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കരുത്. ഒരു ബിസിനസ് ആകുമ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ചിലപ്പോൾ കറക്റ്റ് ടൈമിൽ പൈസ കൊടുക്കണമെന്നില്ല. അത് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ തന്നെ ആവും. ഇതൊക്കെ എല്ലാ ബിസിനസ്മാന്മാർക്ക് അറിയുകയും ചെയ്യണതാണ്. എന്നിട്ടും ഇവന്റെ ഈ ക്ലാസ്സിന് ഇത്രയും പൈസ കൊടുത്തിട്ട് വന്നിരിക്കുന്നുണ്ട്. അത് പേടിഎമ്മിൽ, ബുക്ക് മൈ ഷോയിൽ, ഇങ്ങനെയുള്ള കുറേ പ്ലാറ്റ്ഫോമിലാണ് ഈ ടിക്കറ്റ് വിറ്റ് പോയിട്ടുള്ളത്. ഇത്രയും പൈസ മുടക്കിയിട്ട് ആളുകൾ വന്നിരുന്നിട്ട് അവരെ തന്നെ ആദ്യം തെറി വിളിച്ചു. ഇവന്റെ കലിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവന്റെ ബുക്ക് പ്രകാശനം ചെയ്യാൻ പറ്റാത്ത. അപ്പൊ നിങ്ങൾ ആലോചിച്ചു ഇവൻ എത്രത്തോളം അഹങ്കാരിയാണെന്നുള്ളത്. നിങ്ങൾ ഈ അനിൽ ബാലചന്ദ്രനോട് ഒരു കാര്യം പറയാനുള്ളൂ. നമ്മൾ മലയാളികൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാ കാലത്തും ഈ നമ്മളെ കാർന്നു തിന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനൊക്കെ എല്ലാം ഇല്ലാതാക്കിയിട്ടുള്ളൂ. അല്ലാതെ എല്ലാറ്റിനെയും വളർത്തുന്ന ഒരു സ്വഭാവം ഒന്നും മലയാളികൾക്കില്ല. അത് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് ഇനിയും ഷോ ചെയ്യാം, അല്ലേ? ചെയ്ത തെറ്റ് മനസ്സിലാക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. 4 മണിക്ക് നിർത്തേണ്ട പരിപാടി 5 മണി വരെ നീട്ടിക്കൊണ്ടുപോയി. അതിനുശേഷമുള്ള പ്രോഗ്രാമുകൾ വേറെ വന്നിട്ടുണ്ട്. അനുസിത്താരയുടെ പ്രോഗ്രാം ഉണ്ട്, ഡബ്സിയുടെ പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാമുകൾ തൊട്ട് ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ഒന്നേ പറയാനുള്ളൂ, വലിച്ചിറക്കണം. 2 കൊടുക്കും ചെയ്യാം. 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിച്ചിറക്കണം. നിർത്തണില്ലാന്നുണ്ടെങ്കിൽ
അഹങ്കാരാണെന്നുണ്ടെങ്കിൽ അഹങ്കാരം തന്നെയാണല്ലോ, വേറെന്താ, അഹങ്കാരം തന്നെയാണ്. അപ്പൊ മച്ചാമാരെ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കും ചിലപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ തോന്നിയിട്ടുണ്ടാവുക. കാരണം എന്റെ തെമ്മാടിത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശം തന്നെയല്ലേ. മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ എനേബിൾ ചെയ്യുക. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരും. അതുവരേക്കും ബൈ ഫ്രം കരകടൻ വ്ളോഗേഴ്സ്.